Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രെഡും കസ്റ്റർഡും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂണ് ഗീ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഓയിലൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 5 ബ്രെഡ് 4 കഷ്ണങ്ങളായി മുറിച്ചിട്ടത് ഇട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിനെ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രം എടുത്ത് ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/4 കപ്പ് പാലെടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ട് നന്നായി ഒന്ന് ലംസില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പാലൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ലോ ആക്കി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് ഇതിനെ മിക്സ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഞാനിതിനെ ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഈ മിക്സിനെ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഈ ഇഫ്താറിന് ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി സ്വീറ്റാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.